നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്? എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നോക്കിയടാ, ഇൻ ജനറൽ ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് രണ്ട് തരത്തിലുള്ള വേരിയബിൾ ഉണ്ടായിരിക്കും. ഒന്ന് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഒന്നൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും. ഇതിൽ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുവാണ്. മനസ്സിലായോ? ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുവാണ് വിത്ത് റെസ്പെക്ട് ടു ഹൂ? വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. 2 × d² y by dx square plus dy by dx the whole cube is equal to 0. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നമുക്കിപ്പോൾ എന്താണ് d² y എന്നോ d³ y എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നത് അറിയാമോ? നമുക്കറിയാം, ഇപ്പോൾ y ആണ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്കി എപ്പോഴും എഴുതുന്നത് അല്ലേടാ. y അല്ലേ ഒരു ഫംഗ്ഷൻ. y is equal to ഞാൻ പറയുവാണ് എന്താണ്? sin x. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ? dy by dx അല്ലേ? ആണ്. എന്താ dy by dx എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് dy by dx അഥവാ അതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഞാൻ പറയുവാണ്, എനിക്ക് ഈ dy by dx കിട്ടി, അതിന് എനിക്ക് ഒന്നുകൂടി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എനിക്കതിനെ ഒന്നുകൂടി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് പറയും? d by dx ഓഫ്, ഒന്നുകൂടി ഞാൻ ചെയ്യുക, dy by dx. കണ്ടോ? ഇതിനെ ഞാൻ ഒന്നുകൂടി അങ്ങ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് എന്താ എഴുതാം? എനിക്ക് d² y by dx² എന്ന് പറയാം. കണ്ടോ? ഇതിന് എനിക്ക് എന്ത് പറയാം? d² y by dx² അഥവാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഞാൻ പറയുവാണ്, d² y by dx² ഈസ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് y. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണ്? dy by dx. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d² y by dx². ഇനി എനിക്കിതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്ത് വരുവാടാ? d by dx ഓഫ് d² y by dx². അങ്ങനല്ലേ? d by dx ഓഫ് d² y by dx². അപ്പോൾ എന്ത് വരുവാടാ? d³ y by dx³. അങ്ങനെ പോവും. അതായത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ്. yയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് dy by dx ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d² y by dx² ആണ്. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് d³ y by dx³ ആണ്. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഓർഡർ. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അങ്ങനെ പോകുന്നതിനെയാണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നോക്കിക്കേടാ, ഇതിപ്പോൾ y അല്ലേ? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ y അല്ലേ? ഓക്കെ, dy by dx എടുത്തപ്പോൾ എന്ത് വന്നു എനിക്ക്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, കോസ് എക്സ്. ഇനി എന്തായിരിക്കും d by dx ഓഫ് dy by dx അഥവാ d² y by dx² എനിക്ക് എന്ത് വരും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഈ കിട്ടിയ കോസ് എക്സിന്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം. എന്താ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇത് മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, എനിക്ക് എന്ത് വേണം? d³ y by dx³ കാണണം അല്ലേ? d³ y by dx³ ആണ്. അപ്പോൾ എന്ത് വേണം? ഞാൻ ഈ കിട്ടിയ മൈനസ് സൈൻ എക്സിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരുവാടാ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ് ആണ്. ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ആ മൈനസ് അതുപോലെ ഇട്ടേക്കുക. എന്നിട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കോസ് എക്സ്. അങ്ങനെ പോകും. മനസ്സിലായോ? ഇതാണ് എന്ത്? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ y എന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു. ഇനി dy by dx ഉണ്ടല്ലോടാ, dy by dx. ഈ dy by dx എനിക്ക് y' എന്ന് കൊടുക്കാം. എന്താണ്? y'. ഇങ്ങനെ എഴുതിയാലും y' എന്ന് എഴുതിയാലും dy by dx എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് കേട്ടോ. ഇനി എന്താണ്? d² y by dx². d² y by dx². അപ്പോൾ എന്ത് വരുവാടാ? രണ്ട് വട്ടം അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്ത് വരും? y'. കണ്ടോ? y' എന്ന് എഴുതും. മനസ്സിലായോ? അപ്പോൾ d³ y by dx³ എന്തായിരിക്കുംടാ? y'' ആയിരിക്കും അല്ലേ? y'' ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഈസി അല്ലേ? ഇതാണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നോക്കിക്കേടാ, ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. കണ്ടോ? dy by dx is equal to e raised to x. dy by dx is equal to e raised to x. നോക്കിക്കേ, ഇവിടെ എന്താ?
ഫസ്റ്റ് വൈ എന്നൊരു ഫംഗ്ഷൻ ആയിരുന്നു, അതിനെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? dy/dx = e⁻x എന്ന് കിട്ടി. ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. രണ്ടാമത്തെ നോക്കിക്കേടാ, d²y/dx² + y = 0. ഇതെന്തായിരിക്കും? ഇത് ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ, എന്താണ്? ഓക്കെ, d²y/dx² ആണ്. ഞാൻ പറഞ്ഞു d², dy/dxനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് വരും? d²y/dx². ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് dy/dx വരുന്നത്. അപ്പോൾ ഓർഡർ 1. രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ddx ഓഫ് dy/dx. അപ്പോൾ d²y/dx². അപ്പോൾ ഓർഡർ 2. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താടാ? 2 ആണ്. ഇതിൻ്റെ ഓർഡർ 1 ആണ്. മനസ്സിലായോ? ഇനി നോക്കിക്കേടാ, d³ y/dx³ + x² d²y/dx = 0. ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്താണ്? d³ y/dx² + x² d²y/dx² = 0. എന്താണ് നമ്മുടെ ഓർഡർ എന്ന് പറയുമ്പോഴേടാ, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്താണ്, ഒരു ഇക്വേഷനകത്ത് d²y/dx² + dy/dx + y = 0 എന്ന് കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഇക്വേഷനിൽ ഇപ്പം എന്താണ്, d²y/dx² ടേം കാണാം, dy/dxന്റെ ടേം കാണാം, y-യുടെ ടേം കാണാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. എന്താണ്? y കാണാം, y' കാണാം, y" കാണാം. അപ്പോൾ നമ്മൾ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആരാണോ ആ ആളിനെയാണ് നമ്മൾ എടുക്കാനുള്ളത്. മനസ്സിലായോ? ഓർഡർ തെറ്റിക്കല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? d³ y/dx³ + x² d²y/dx² = 0 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ്? d³ ആണോ വലുത്, d²y/dx³ ആണോ വലുത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ്? d³ അല്ലേ? ഞാൻ പറഞ്ഞത് ഓർഡർ ആണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കും raised to 3 ഒക്കെ എഴുതിയിരിക്കുമല്ലേ, അപ്പോൾ അതാണെന്ന് വിചാരിക്കും. അങ്ങനല്ല, നമ്മൾ d/dx ഓഫ് ആ ഫോമിൽ എഴുതുമ്പോൾ ഏതാണോ ഹയസ്റ്റ് ഓർഡർ വരുന്നത് അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാടാ? ഇത് d³y/dx³ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ കഴിഞ്ഞ് അടുത്തൊരു ടേം കൂടി വരുന്നത് ഡിഗ്രി എന്ന് പറയും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. മനസ്സിലായോ? അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നോക്കിക്കേ. ഇനി ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓക്കെ, ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, dy/dx - cos x = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്തായിരിക്കും ഓർഡർ? ഞാൻ പറഞ്ഞു, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് എത്ര ആണോ അതാണ് ആ നമ്പറാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ dy/dx ആണ്. ഒറ്റ തവണ മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ളൂ. dy/dx മൈനസ് cos x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനോട് കൊടുത്തു. ഓക്കെ, -cos x = 0. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും എടാ? y. ഇതിപ്പം cos x എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് ഫോം dy/dx ഫോം കിടക്കുമല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഫോം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് dy/dx ആണോ d²y/dx² ആണോ? അത് വേണ്ടേ, ആ പറഞ്ഞത് വേണ്ടേ. ഓക്കെ, അപ്പം നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യും? dy/dx ആണ് ഇതിനകത്തുള്ളത് ഏറ്റവും വലിയ എന്താണ് ഓർഡർ ഫോം എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട് d²y/dx² ഇല്ല, d³ ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ 1 ആയിരിക്കും. ഓർഡർ 1 ആയിരിക്കും. ഇനി എന്താണ് ഡിഗ്രി? ഡിഗ്രി എന്താണ്? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഏതാണോ വരുന്നത്, എന്താണ്? ഓർഡർ ഏതാണോ വരുന്നത് ആ ഓർഡർ വരുന്നതിൻ്റെ ഹയസ്റ്റ് പവറാണ്. എന്താണ്? ഓർഡർ വരുന്നതിൻ്റെ ഹയസ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും എടാ? ഇത് ഓർഡർ dy/dx അല്ലേ? ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ ഏതാ? dy/dxന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒന്നുമില്ലെങ്കിൽ 1, dy/dx⁻1. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഓർഡർ വരുന്നതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ? ഇതിലിപ്പം ഈ d²y/dx² എന്ന് പറയുന്ന ഈ ഒരു കണ്ടോ, ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തേക്കുന്ന കണ്ടോ? ഇതിൻ്റെ മുകളിലൊരു പവർ ഇല്ലേ ഇവിടെ? ഓക്കെ, ഇതാണ് ഹയസ്റ്റ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് വന്നപ്പോൾ ഇതിന് പവർ ഒന്നുമില്ല, അതുകൊണ്ട് 1 എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓർഡറും 1 ആണ്. ഡിഗ്രി എന്താണ്? ഈ കിട്ടിയ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ കണ്ടുപിടിച്ച ആ ഒരു ഡെറിവേറ്റീവിൻ്റെ എന്താണ് പവർ, അതിനെയാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എന്തായിരിക്കും എടാ? ഡിഗ്രിയും 1 ആയിരിക്കും. എന്താണ്? ഓർഡറും 1 ആണ്, ഡിഗ്രിയും 1 ആണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. എന്താണ്? xy × d²y/dx² + x × dy/dx²
മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. എന്തായിരിക്കും ഓർഡർ, എന്തായിരിക്കും ഡിഗ്രി? പറഞ്ഞേ. ഓർഡർ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതായത് ഡി വൈ ബൈ ഡി എക്സ് നമുക്കുണ്ട്. ഉണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയപ്പം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സും ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കും? ഏതായിരിക്കും ഓർഡർ ആക്കി എടുക്കുന്നത്? ഹയസ്റ്റ് പവർ അല്ലേ? അപ്പോൾ ഏതായിരിക്കും ഓർഡർ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഓർഡർ ഏതായിരിക്കും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരുമ്പോൾ ഓർഡർ 2 ആയിരിക്കും. ഓർഡർ 2. ഓക്കെ, ഇനി ഡിഗ്രി അല്ലേ വേണ്ടത്? ഡിഗ്രി എന്താടാ? ഡിഗ്രി എന്താ ഞാൻ പറഞ്ഞേ? ഓർഡർ വരുന്നതിൻ്റെ ഹയസ്റ്റ് പവർ അല്ലേ? ഓർഡർ വരുന്നതിൻ്റെ ഹയസ്റ്റ് പവർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമുക്ക് ഓർഡർ വരുന്നത്. അതിൻ്റെ പവർ എത്ര ആടാ? ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ പവർ? 1 ആണ്. അപ്പോൾ ഡിഗ്രി എന്താണ്? 1 ആണ്. മനസ്സിലായോ? ക്ലിയർ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, തെറ്റിക്കല്ലേ, ഇത് വിചാരിക്കും ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ എടുക്കരുത്. അപ്പോൾ ഡിഗ്രി 2 എഴുതാമെന്ന് വിചാരിക്കും. പക്ഷേ അത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഹയസ്റ്റ് എന്താണ്? ഹയസ്റ്റ് പവറാണ്, ഹയസ്റ്റ് ഓർഡറാണ്, എത്ര മാക്സിമം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഡി വൈ ബൈ ഡി എക്സിനേക്കാൾ കൂടുതൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് മുൻതൂക്കമുള്ളത്. സോ നമ്മൾ അതിനെ ഓർഡറാക്കി സെലക്ട് ചെയ്തു. അതിൻ്റെ പവർ എന്താണോ അതാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 0. ശ്രദ്ധിച്ചു നോക്കണേ. എന്താണ്? വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു വൈ ഡാഷ്. നോക്കിയേടാ, ഇതെന്തായി കൊടുത്തേക്കുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണാം. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി സൈൻ റേസ്, ഇപ്പം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണേ, തെറ്റിക്കരുതേ. സൈൻ വൈ ഡാഷ് അല്ലെങ്കിൽ കോസ് വൈ ഡാഷോ സൈൻ കോസ് വൈ, അതായത് സൈന് കോസ് ടാന് അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതോ ആയിക്കോട്ടെ, അതിൽ വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ അതല്ലെങ്കിൽ എന്താണ് സൈൻ വൈ ട്രിപ്പിൾ ഡാഷ് ഈ ഒരു ഫോമിലൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇ റേസ് ടു വൈ ഡാഷ് ഈ ഒരു ഫോമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ്റെ ഈ ഒരു ഫോം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ പറയുക എന്താണ്? അതിൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. മനസ്സിലായോ? അതിന് ഡിഗ്രി ഇല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നേരെ മറിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ വൈ, കോസ് എക്സ്, കോസ് വൈ അങ്ങനെ വരുവാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. എന്നാൽ സൈൻ വൈ ഡാഷ്, കോസ് വൈ ഡാഷ്, സൈൻ വൈ ഡബിൾ ഡാഷ്, ട്രിപ്പിൾ ഡാഷ് അങ്ങനെ ഡെറിവേറ്റീവ്സ് എടുത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫംഗ്ഷൻ എന്തില്ല? ആ ഒരു ഫംഗ്ഷന് ഡിഗ്രി ഇല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണെന്ന് ആലോചിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഇനി വരാം. നോക്കിക്കേടാ, എന്താണ്? വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഓർഡർ കണ്ടുപിടിക്കാം. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ ഓർഡർ ഏതാടാ? ഇവിടെ വൈ ട്രിപ്പിൾ ഡാഷ് എടുത്തിട്ടുണ്ട് അല്ലേ? വൈ ട്രിപ്പിൾ ഡാഷ്. അപ്പോൾ ഓർഡർ എന്തായിരിക്കും ഇടാ? 3 അല്ലേ? അതിന് ഡൗട്ട് ഇല്ലല്ലോ. ഇനി വാ, നമുക്ക് ഡിഗ്രി ആണ് വേണ്ടത്. ഡിഗ്രി ചിലപ്പോൾ നമ്മൾ ചാടി കയറി എഴുതും വൈ ട്രിപ്പിൾ ഡാഷ്, അപ്പോൾ അതിൻ്റെ മുകളിൽ റേസ് ടു 1, അപ്പോൾ ഡിഗ്രി നമ്മൾ 1 എന്ന് പെട്ടെന്ന് എഴുതും. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യണത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഇവിടെ എന്താണ്? വൈ ഡബിൾ ഡാഷ് ഉണ്ടെങ്കിൽ വൈ ഡാഷോ വൈയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതൊന്നും ഇല്ലല്ലോ. വൈ ഡബിൾ ഡാഷ് പിന്നെന്തോ വൈ സ്ക്വയർ, പിന്നെ വരുന്നത് കണ്ട ഈ ഒരു ഫോമാണ്. ഈ ഒരു ഫോം വന്നു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞു എന്താണ്? അതിൻ്റെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. ഇ റേസ് ടു വൈ ഡാഷ് ഫോമിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാടാ. ഫസ്റ്റ് നോക്കിക്കേ, ടി റേസ് ടു 4 ബൈ ഡി എക്സ് റേസ് ടു 4 പ്ലസ് സൈൻ വൈ ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0. എന്തായിരിക്കും? ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഓർഡർ നോക്കാം. ഓർഡർ എന്തായിരിക്കും? എത്രാമത്തെ ഓർഡർ ആടാ? 4th പവർ അല്ലേ? ഡി റേസ് ടു 4 അല്ലേ? അപ്പോൾ ഓർഡർ 4 ആണ്. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ഡിഗ്രിയിലേക്ക് വന്നേ. ഡിഗ്രി എന്തായിരിക്കും? ഇവിടെ സൈൻ വൈ ട്രിപ്പിൾ ഡാഷ് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേടാ? സൈൻ വൈ ട്രിപ്പിൾ ഡാഷ് ഞാൻ പറഞ്ഞു. സൈൻ വൈ ഡാഷ്, സൈൻ അല്ലെങ്കിൽ കോസ് വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ്, വൈ ട്രിപ്പിൾ ഡാഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഡിഗ്രി ഉണ്ടോ? ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഡാഷ് പ്ലസ് 5y ഇസ് ഈക്വൽ ടു 0. വൈ ഡാഷ് പ്ലസ് 5y ഇസ് ഈക്വൽ ടു 0. നോക്കിക്കേടാ, ഇതെന്തായിരിക്കും? ഇതിൻ്റെ ഓർഡർ എന്താടാ? അത് ഹയസ്റ്റ് പവർ വൈ ആണോ വൈ ഡാഷ് ആണോ? ഹയസ്റ്റ് പവർ വൈ ഡാഷ് അല്ലേ? ഫസ്റ്റ് ഓർഡർ അല്ലേ? ഓക്കെ, അപ്പോൾ ഓർഡർ എന്ത് വന്നു? 1 വന്നു. ഓക്കെ, ഇനി ഡിഗ്രി വേണം. ഓർഡറിൻ്റെ ഹയസ്റ്റ് പവർ വൈ ഡാഷിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി എന്തെഴുതാം? 1 തന്നെ കൊടുക്കാം.
മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ അതിൽ? അടുത്തയിലേക്ക് വാ. ds/dt the whole raised to 4 plus 3s into d²s/dt² is equal to 0. നോക്കിക്കേ, എന്തായിരിക്കും ഇതിൻ്റെ ഓർഡർ? എന്തായിരിക്കും? ds/dt ഉണ്ട്, പക്ഷേ ds/dtയുടെ 4th പവറാണ്, d²s/dt² അല്ല. അല്ലെങ്കിൽ എന്താണ്? d⁻⁴s/dt⁴ അല്ല, ds/dt⁴ ആണ്. അപ്പോൾ 4 ആണോ ഓർഡർ? അല്ല. നോക്കിയേ, d²s/dt² ഉണ്ട്. എന്താണ്? d²s/dt² ഉണ്ട്. ഇത് ds/dt ആണ് ബേസിക്കലി. അതിൻ്റെ 4th പവർ എടുത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എത്രയാണ്? ഹയസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ? സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഓർഡർ 2 ആണ് അല്ലേ? ഇനി അപ്പോൾ ഡിഗ്രി എന്ത് വരുവാടാ? ഓർഡറിൻ്റെ ഹയസ്റ്റ് പവർ ഇതല്ലേ ഓർഡർ? ഓർഡറിൻ്റെ ഹയസ്റ്റ് പവർ 1 അല്ലേ? സോ ഡിഗ്രി നമുക്ക് എന്ത് വന്നു? 1 വന്നു. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ? d²y/dx² പ്ലസ് cos dy/dx is equal to 0. ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് നോക്കുക. d²y/dx² പ്ലസ് cos dy/dx. ആരുണ്ട്? cos dy/dx. dy/dx എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ? y' അല്ലേ? dy/dx y' അല്ലേ? അപ്പോൾ എന്താടാ? ഇത് cos y' ഫോമിലല്ലേ? cos y' ഫോമിലല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് കാണുമ്പോഴേ ആലോചിക്കാം, ഇതിന് ഡിഗ്രി ഉണ്ടോ? ഇല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ നമുക്ക് വേണ്ടേ? ഓർഡർ ആണ്. ഓർഡർ നോക്കിക്കേ, d²y/dx² ഉണ്ട്, cos dy/dx അങ്ങനെയാണ്. അപ്പം ഏതാ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്? d²y അല്ലേ? അപ്പോൾ ഓർഡർ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഓർഡർ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5ാമത്തെ ക്വസ്റ്റ്യൻ. d²y/dx² is equal to cos 3x plus sin 3x. നിങ്ങൾ എല്ലാവരും തെറ്റിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. d²y/dx² is equal to cos 3x plus sin 3x. നോക്കിക്കേ, എന്തായിരിക്കും ഓർഡർ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² അല്ലേ? d²y അല്ലേ? അപ്പോൾ ഏതാടാ ഹയസ്റ്റ് ഓർഡർ? 2 അല്ലേ? ആണ്. അപ്പോൾ ഓർഡർ 2 ആണ്. ഇനി ഡിഗ്രി ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും എഴുതി വയ്ക്കും, കുറച്ച് പേരെങ്കിലും എഴുതി വയ്ക്കും. എന്താണ്? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വയ്ക്കും. എഴുതാമോ അങ്ങനെ? ഇവിടെ എന്താ? cos 3x sin 3x ഒക്കെ വന്നാൽ അതിൽ ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ഡിഫൈൻഡ് എഴുതാൻ പറ്റുമോ? ഇല്ല. cos 3x sin 3x എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡെറിവേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഡിഗ്രി ഉണ്ട്. എന്നാൽ എന്താണ്? cos ഓഫ് y' അല്ലെങ്കിൽ y'' ആ ഒരു ഫോമിൽ വന്നാലേ നോട്ട് ഡിഫൈൻഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ? ഇതിൻ്റെ ഓർഡർ 2 ആണ്. ഓർഡറിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്ത് വരും? 1 വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. y'² പ്ലസ് y'³ പ്ലസ് y'⁴ പ്ലസ് y⁵ is equal to 0. ഓക്കെ, എന്തായിരിക്കും ഇവിടെ അവിടുത്തെ ഓർഡർ? എന്തായിരിക്കും ഓർഡർ? ഹയസ്റ്റ് അല്ലേ? ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ? 1 1 2 3 3 ആണ്. ഓക്കെ, ഡിഗ്രി എന്താണ്? അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ 2 അല്ലേ? അപ്പോൾ ഓർഡർ 3ഉം ഡിഗ്രി 2ഉം. അത് എളുപ്പമല്ലായിരുന്നോ? ഈസി അല്ലായിരുന്നോ? അടുത്ത നോക്കിക്കേ, y'' പ്ലസ് 2y'' പ്ലസ് y' is equal to 0. ഓക്കെ, എന്ത് വരും? ഓർഡർ എന്ത് വരുവാടാ? y' ഉണ്ട്, ഡബിൾ' ഉണ്ട്, ട്രിപ്പിൾ' ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ 3. ഇനി ഡിഗ്രി എന്തായിരിക്കും? ഇതിൻ്റെ പവർ 1. അപ്പോൾ ഡിഗ്രി 1 തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. y' പ്ലസ് y is equal to e⁻x. എന്താണ്? y' പ്ലസ് y is equal to e⁻x. എന്ത് വരുവാടാ? ഓക്കെ, e⁻x എന്നാണ് അല്ലേ? e⁻x വന്നാൽ കുഴപ്പമില്ല, e⁻x ഫംഗ്ഷൻ ആയിട്ടേ നിൽക്കത്തുള്ളൂ. പക്ഷേ എന്താണ്? y' എന്നോ ആ ഒരു ഫോമിൽ വരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമുക്ക് ഡിഗ്രിക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, ഡെറിവേറ്റീവ് ഏതാ? y ഉണ്ട്, y' ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ എത്രടാ? y'. ഓർഡർ 1 ആണ്. ഡിഗ്രി എത്രടാ? ഡിഗ്രി എത്രയാണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ല, ഇതിൻ്റെ ഹയസ്റ്റ് ഓർഡർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ല, വെട്ടിക്കോണേ. അപ്പോൾ ഡിഗ്രി എത്രടാ? ഈ കിട്ടിയ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ അല്ലേ? അപ്പം 1. അപ്പോൾ ഡിഗ്രിയും ഓർഡറും 1 തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. y'' പ്ലസ് y'² പ്ലസ് 2y is equal to 0. എന്താ ഓർഡർ? എന്താ? ഈസി ആയിട്ട് എഴുതാമല്ലോ. ഓർഡർ 2 ആണ്. ഡിഗ്രി എന്താണ്? ഡിഗ്രി 1 ആണ് അല്ലേ? അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? y'' പ്ലസ് 2y' പ്ലസ് sin y equal to 0. ഇവിടെ നിങ്ങൾ തെറ്റിക്കോ? എന്താടാ ഓർഡർ? എന്തായിരിക്കും? ഓർഡർ ഞാൻ പറഞ്ഞു, ഓർഡർ 2 തന്നെയാണ്. ഡിഗ്രി എന്താണ്? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണോ? നോട്ട് ഡിഫൈൻഡ് വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് sin y അല്ലേ? sin y വന്നാൽ കുഴപ്പമില്ല. sin y വന്നാൽ അവിടെ വാല്യൂ ഉണ്ടായിരിക്കും. പക്ഷേ sin y' എന്നോ y'' എന്നോ വരാതിരുന്നാൽ മതി. അപ്പോൾ എന്താ ഇവിടെ? ഓർഡർ 2 ആണെങ്കിൽ ഡിഗ്രി എന്താണ് അവിടെ? ഇതിൻ്റെ പവർ 1 തന്നെയാണ് കേട്ടോ. അവിടെ ഡിഗ്രി ഒക്കെ ഉണ്ടേ. ഡിഗ്രി ഇല്ലെന്നൊന്നും ആരും എഴുതി വെക്കരുത്. നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പോൾ ഓർഡർ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ,
നമ്മൾ നോക്കാൻ പോകണം, നമുക്കൊരു ക്വസ്റ്റ്യൻസ് വഴി ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു എന്താണ് തിയറി കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം കേട്ടോ. അല്ല നമ്മൾ തിയറി മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയ കിട്ടത്തില്ല. ഓക്കെ, വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ e⁻³ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് e⁻³ e⁻³ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്താണ്, ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താടാ ഇത്, d²y/dx² + dy/dx - 6y = 0 ആണ് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറയുവാണ് നമ്മുടെ ഫംഗ്ഷൻ ഞാൻ ആദ്യം എഴുതി y = e⁻³ ഓക്കെ. ഇനി d²y/dx² ആണ് എനിക്ക് വേണ്ടത്. ഫസ്റ്റത്തെ ടേം ഏതാ, d²y/dx². അപ്പോൾ d²y/dx² എന്താ ഞാൻ പറഞ്ഞേ, ആദ്യം dy/dx കണ്ടുപിടിക്കുക, ആ കണ്ടുപിടിച്ചതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്താണ്, dy/dx കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കാം. dy/dx കണ്ടുപിടിച്ചു. dy/dx എന്ത് വരും, e⁻³ ഡെറിവേറ്റീവ് എന്താടാ, e⁻ ഡെറിവേറ്റീവ് നമുക്കറിയാം e⁻x തന്നെയാണ്. അപ്പോൾ e⁻³ ഡെറിവേറ്റീവ് e⁻³ ആദ്യം എഴുതി. ഓക്കെ, ഇനി ചെയിൻ റൂൾ പറഞ്ഞേടാ, e⁻³ e⁻³ തന്നെയാണ്. ഇനി എന്താ -3x വേണ്ടേ, -3x എന്താണ്, ഇൻറ്റു -3 ആണ് അല്ലേ? -3x ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇൻറ്റു -3, നമ്മൾ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ /3 എഴുതണം. മനസ്സിലായില്ലേ, /-3 എഴുതണം. ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ ഡിവൈഡഡ് ബൈയും അതുപോലെ തന്നെ എന്താണ് ഡിഫറൻസിയേഷൻ ആകുമ്പോൾ ഇൻറ്റു ആണ്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു -3 e⁻³ എന്ന് കിട്ടി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, dy/dx ആണ് കിട്ടിയത്. ഓക്കെ, പക്ഷെ എനിക്ക് അതാണോ വേണ്ടത്, എനിക്ക് വേണ്ടത് d²y/dx² ആണ്. അതായത് എനിക്ക് ഇപ്പോൾ ഈ കിട്ടിയ സാധനത്തിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d/dx ഇപ്പോൾ കിട്ടിയ എന്താടാ, -3 e⁻³ ഓക്കെ, ഈ കിട്ടിയതിനെ ഒന്നുകൂടി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും, ഈ -3 കോൺസ്റ്റന്റ് ഞാൻ ഇനി പുറത്തെടുത്തു. ഓക്കെ, -3 ഇൻറ്റു വീണ്ടും d/dx e⁻³ അപ്പോഴോ -3 ഇൻറ്റു d/dx e⁻³ e⁻³ വീണ്ടും എന്താ ഡെറിവേറ്റീവ്, e⁻³ e⁻³ ഇൻറ്റു -3x -3. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് വരുവാടാ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 ഇൻറ്റു 3 9 ഇൻറ്റു e⁻³ എന്ന് വരും. അപ്പോൾ എനിക്ക് എന്താ വന്നേ, d²y/dx² വാല്യൂ 9 e⁻³ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. എന്താ സൊല്യൂഷൻ ആണെങ്കിൽ എന്താ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ d²y/dx² + dy/dx - 6y ചെയ്യുമ്പം നമുക്ക് 0 എന്ന് പറയുന്നൊരു ഉത്തരം വരണം. അങ്ങനെ വരുവാണെങ്കിൽ സൊല്യൂഷൻ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ഓരോന്ന് ഇപ്പം അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. d²y/dx² കണ്ടുപിടിച്ചു, dy/dx എൻ്റെ അടുത്തുണ്ട്, പിന്നെന്താ -6 × y ചെയ്തു നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്, സൊല്യൂഷൻ ആണെന്ന് പറയാം. നോക്കാം. അപ്പോൾ ഫസ്റ്റ് d²y/dx² അതിന് പകരം എന്താടാ, 9 ഇൻറ്റു e⁻³ -3x ഓക്കെ, പ്ലസ് dy/dx dy/dx എന്താടാ നടക്കുന്നത്, -3 e⁻³ -3 e⁻³ ഓക്കെ, മൈനസ് അടുത്താരാ 6y 6 ഇൻറ്റു y എന്താടാ, y നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, അത് ഇടയ്ക്കൊന്ന് ആലോചിക്കണം കേട്ടാ. y എന്ന് കാണുമ്പം അയ്യോ y ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെയ്ത് അങ്ങനെ പോകരുത്. y നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും കേട്ടോ, അത് ഒരുപാട് പേര് വരുന്നൊരു മിസ്റ്റേക്ക് ആണേ. അപ്പോൾ y ക്വസ്റ്റ്യൻ -6 ഇൻറ്റു വൈക്ക് പകരം e⁻³ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ, നോക്കിക്കേ 9 e⁻³ ഇത് നോക്കിയേ പ്ലസ് ഇൻറ്റു മൈനസ് അല്ലേ, പ്ലസ് ഇൻറ്റു മൈനസ് -3 ഇൻറ്റു e⁻³ -6 ഇൻറ്റു e⁻³ നോക്കിക്കേ 9 ഇൻറ്റു e⁻³ -3 ഇൻറ്റു e⁻³ -6 ഇൻറ്റു e⁻³ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 9 e⁻³ -3x e⁻⁻x -6 e⁻⁻x എന്താ ഒരേ ചിഹ്നം അല്ലേടാ. അപ്പോൾ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം. 6 3 9 ചിഹ്നം എന്താ രണ്ടുപേരുടെയും മൈനസ് അല്ലേ. അപ്പോൾ 9 e⁻⁻3x മൈനസ് 6 3 9 മൈനസ് 9 e⁻⁻3x. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് വരുവാടാ, 9 e⁻⁻3x മൈനസ് 9 e⁻⁻3x നമുക്ക് 0 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി, 0 ആണെന്ന് കിട്ടിയില്ലേ.
അപ്പോൾ എന്താ ഈ തന്നിരിക്കുന്ന y is equal to e⁻³ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് കിട്ടിയോ? സൊല്യൂഷൻ അല്ലേ? ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് xy is equal to log y plus c is a solution of y dash is equal to y square by 1 minus xy. xy is equal to log y plus c എന്ന് പറയുന്നത് എന്താണ്? y dash is equal to y square by 1 minus xy എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ ഒരു സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കും. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നേരത്തെ ആണെങ്കിൽ RHS ഉണ്ടായിരുന്നു, =0 എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൂവ് ചെയ്യാനായിരുന്നു. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന സാധനത്തിനെ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ xy = log y plus c എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചൊന്ന് ഡെറിവേറ്റീവ് ഒക്കെ എടുത്തൊന്ന് കണ്ടുപിടിച്ച് വന്ന് നോക്കാം. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനൊരു ഫോമിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ എത്തുവാണെങ്കിൽ എന്താ? അതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാവും. ക്ലിയർ? വരൂ. xy = log y plus c ആണേ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറയാം. നോക്കിക്കട്ടെ, LHSലോട്ട് വന്നേ. LHS എന്താടാ? xy അല്ലേ? xy ആണ്. ഓക്കെ, നമ്മുടെ എന്താണ് നമുക്ക് കിട്ടാനുള്ളതിനകത്തൊരു y dash ഉണ്ട്. y dash അല്ലേടാ? y dash എന്താ ശരിക്കും? y dash എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ? dy/dx അല്ലേ? ആണ്. അപ്പം നമുക്ക് ഈ സൈഡിൽ എന്താണ്? നമുക്ക് y dash ഫോമിൽ വരണം, അല്ലെങ്കിൽ dy/dxൻ്റെ ഫോമിൽ നമുക്ക് വരണം. അപ്പം ഞാൻ പറയുവാണ് എന്താണ്? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും അങ്ങ് ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ? എടുത്തു. അപ്പോൾ എന്ത് വരടാ? xy ഡെറിവേറ്റീവ് എടുക്കുവാണ്. എക്സും വൈയും രണ്ട് ഫംഗ്ഷൻസ് ആണ്. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് റൂളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാടാ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. വൈയുടേതല്ലേടാ? വൈയുടേത് എന്താ ഡെറിവേറ്റീവ്? വൈയുടേത് dy/dx. കണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷനും ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? x അല്ലേടാ? എക്സിന് ഡെറിവേറ്റീവ് എന്താ? dx/dx അഥവാ 1. കണ്ടോ? ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി. ഈക്വൽ ടു log y. ഡെറിവേറ്റീവ് ഓഫ് log x എന്താ? log xന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ log y എന്തായിരിക്കും? 1/y ആണ്. ഓക്കെ, log y ആണ് 1/y. വൈയുടേത് എന്താ? log yയുടെ നമുക്ക് 1/y എന്ന് കിട്ടി. വൈയുടേത് dy/dx ആണ്. അപ്പോൾ 1/y ഇൻറ്റു dy/dx എന്ന് കിട്ടി. പ്ലസ് എന്താ? c. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താലോടാ. x ഇൻറ്റു dy/dx. നമുക്ക് dy/dx എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് ഈ കിട്ടിയ എന്താണ് ക്വസ്റ്റ്യനകത്തുണ്ടോ? dy/dx എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ എന്താ? dy/dxന് പകരം y dash എന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഈ dy/dx കാണുന്നിടത്തൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് y dash എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? x ഇൻറ്റു അപ്പോൾ എന്തൊരു x ഇൻറ്റു y dash പ്ലസ് y ഇൻറ്റു 1y ഈക്വൽ ടു 1/y ഇൻറ്റു y dash. ഓക്കെ, കിട്ടി. ഇനി എന്താടാ? ഇനി എന്താ? നമുക്ക് y ഡാഷിൻ്റെ ഫോമിലാണ് വേണ്ടത്. അപ്പോൾ എന്താ? y ഡാഷിനെല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, ബാക്കിയുള്ള ആൾക്കാരെല്ലാവരെയും മറ്റേ സൈഡിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ x ഇൻറ്റു y ഡാഷ് പ്ലസ് y എന്നാണുള്ളത് അല്ലേ? xy ഡാഷ് പ്ലസ് y ഈക്വൽ ടു y ഡാഷ് ബൈ y. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്? ഇവരെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് x y ഡാഷ് മൈനസ് y ഡാഷ് ബൈ y ഈക്വൽ ടു എന്താണ്? ഈ y പ്ലസ് y അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാം, മൈനസ് y ആക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറൊന്നുമില്ല. ഈ പറഞ്ഞ റൈറ്റ് സൈഡിലുള്ള y ഡാഷ് ബൈ വൈനെ ഞാനങ്ങ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി, എന്നിട്ട് ലെഫ്റ്റിൽ കിടന്ന പ്ലസ് വൈനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് y ആക്കി. അത്രേ ചെയ്തുള്ളൂ. ഇനി എന്താടാ? y ഡാഷ് രണ്ടിടത്തും ഇല്ലേ? ഞാൻ y ഡാഷിനെ ഇങ്ങനെ കോമൺ എടുക്കാമെന്ന് വിചാരിച്ചു. y ഡാഷ് ഇൻറ്റു പിന്നെ ആരാ ഇവിടെ ഉള്ളത്? x മൈനസ് 1/y ഈക്വൽ ടു മൈനസ് y എന്ന് കിടന്നു അല്ലേ? ഇനി എന്താ? y ഡാഷ്. ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് ക്രോസ് ചെയ്താലോ? x ഇൻറ്റു y ഡാഷ് ഇൻറ്റു xy മൈനസ് 1 ഇൻറ്റു 1/y ഈക്വൽ ടു മൈനസ് y എന്ന് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് y ഡാഷ് ഇസ് ഈക്വൽ ടു y ഡാഷ് ഇൻറ്റു xy മൈനസ് 1 ഈക്വൽ ടു
ഈ വൈനെ എവിടെ അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു -y ഉണ്ട്. ഈ y കൂടി അങ്ങ് ചെല്ലുമ്പോൾ -y² ആയി അല്ലേ. y ഡാഷ് ഇൻറ്റു xy - 1 ഇസ് ഈക്വൽ ടു y² ആയി. ഇനി y ഡാഷ് അപ്പം എന്തെഴുതാം? y ഡാഷ് ഇസ് ഈക്വൽ ടു -y² ഡിവൈഡഡ് ബൈ xy - 1 എന്ന് വരും. കണ്ടോ എന്താണ് y ഡാഷ്? y ഡാഷ് ഈക്വൽ ടു -y² ബൈ xy - 1. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കി y ഡാഷ് ഈക്വൽ ടു y² ബൈ 1 - xy എന്നാണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? y ഡാഷ് ഈക്വൽ ടു -y² ബൈ xy - 1. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എന്താ കണ്ടത്? ഒരു മൈനസ് കിടക്കുന്നില്ലേടാ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊരു മൈനസ് കൊണ്ട് ത്രോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ. അപ്പോൾ എന്ത് വരും ഇടാ? y ഡാഷ് ഇസ് ഈക്വൽ ടു y² ഡിവൈഡഡ് ബൈ 1 - xy എന്ന് വരും. കണ്ടോ മനസ്സിലായോ? മൈനസ് ഒഴിവാക്കുമ്പോൾ എന്ത് വരും നമുക്ക്? y ഡാഷ് ഇസ് ഈക്വൽ ടു y² ബൈ 1 - xy എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? xy ഇസ് ഈക്വൽ ടു log y പ്ലസ് c എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ സൊല്യൂഷൻ ആണെന്നുള്ളത് കിട്ടിയില്ലേ? മനസ്സിലായോ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y is equal to a cos x plus b sin x where a comma b is an element of R is a solution of the differential equation d² y by dx² plus y is equal to 0. ഓക്കെ, ഈ തന്നിരിക്കുന്ന y ഈക്വൽ ടു a cos x പ്ലസ് b sin x എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക്. അതെന്താണ്? അത് d² y by dx² plus y is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യണം. നോക്കാം എന്ത് ചെയ്യാം നമുക്ക്. y തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടേ? d² y by dx² plus y ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ആദ്യം d² y by dx² കണ്ടുപിടിക്കണം. d² y by dx² കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിന് മുന്നേ എന്ത് വേണം? dy by dx കണ്ടുപിടിക്കണം അല്ലേ. dy by dx കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d² y by dx² ആവും. ഓക്കെ, നോക്കാം. y is equal to a cos x പ്ലസ് b sin x. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ്? dy by dx. ഓക്കെ, dy by dx വേണം. എന്താടാ? a cos xന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് a ആണ്. a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താടാ? മൈനസ് സൈൻ എക്സ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ആണ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്നാൽ മൈനസ് സൈൻ എക്സ്. അപ്പോൾ a ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് വരും നമുക്ക്? മൈനസ് a സൈൻ എക്സ് പ്ലസ് b കോസ് എക്സ് എന്ന് വന്നു. ഓക്കെ, ഇതാണ് എന്ത്? dy by dx എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് dy by dx ഇവിടെ ആവശ്യമുണ്ടോടാ? ഇതിനകത്ത് നോക്കിക്കേ, dy by dx എവിടെയും വേണോ? വേണ്ട. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമായിരുന്നോ? കണ്ടുപിടിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് അടുത്ത് എന്താ വേണ്ടേ? d² y by dx² വേണ്ടേ അല്ലേ. അപ്പോൾ dy by dx ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ? d² y by dx² എന്ത് വരും? മൈനസ് a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താടാ? കോസ് എക്സ്. ഓക്കെ, പ്ലസ് b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താടാ? മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് a കോസ് എക്സ് മൈനസ് b സൈൻ എക്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എനിക്കിപ്പോൾ എന്ത് കിട്ടി? d² y by dx² കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? d² y by dx² പ്ലസ് y ഈക്വൽ ടു 0 ആണോ നോക്കണം. ഓക്കെ, d² y by dx² കിട്ടിയല്ലോ. എന്തായിരുന്നു? മൈനസ് a കോസ് എക്സ് മൈനസ് b സൈൻ എക്സ്. ഓക്കെ, d² y by dx² കിട്ടി പ്ലസ് y എന്ത് ചെയ്യേ? y ഈക്വൽ ടു a കോസ് എക്സ് പ്ലസ് b സൈൻ എക്സ്. a കോസ് എക്സ് പ്ലസ് b സൈൻ എക്സ്. നോക്കിക്കേ എന്ത് വരും ഇവിടെ? നോക്കിക്കേ, മൈനസ് a കോസ് എക്സും പ്ലസ് a കോസ് എക്സും കട്ട് ചെയ്ത് പോയി. പ്ലസ് b സൈൻ എക്സും മൈനസ് b സൈൻ എക്സും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് വരും ആൻസർ? നമുക്ക് 0 വന്നു. അപ്പോൾ എന്താ? പ്രൂവ് ചെയ്തില്ലേ? നമ്മൾ തെളിയിച്ചില്ലേ? വെരിഫൈ ചെയ്തില്ലേ? y is equal to a cos x plus b sin x എന്നുള്ളത് എന്താണ്? d² y by dx² plus y is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്നുള്ളത് കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇപ്പോൾ എങ്ങനെയാണ് എന്താണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനും വെരിഫൈ ചെയ്യാനും എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്നത് എന്താടാ? മെത്തേഡ് ഓഫ് സോൾവിങ് എ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾക്ക് എക്സാമിന് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അതിൽ കുറച്ച് മെത്തേഡുകളുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ സോൾവ് ചെയ്യുന്നുള്ള മെത്തേഡുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായാലും എന്താണ് ഒരു OMR എക്സാം പോലെയല്ലേ, ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് സോൾവ് ചെയ്താൽ മതി. പക്ഷേ നമുക്കെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, എല്ലാ മെത്തേഡും ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. എന്താണ്?
ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം നമ്മൾ പറയും. നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാടാ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to x plus 1 by 2 minus y where y not equal to 2. ഓക്കെ, ഇവിടെ y not equal to 2 എന്നിട്ടേക്കുന്നത് എന്തിനാടാ? വൈയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 മൈനസ് 2 ആയിപ്പോവും. 2 മൈനസ് 2 0, എക്സ് പ്ലസ് 1 ബൈ 0, 1 ബൈ 0 ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അങ്ങനെ ആവാതിരിക്കാനാണ് y നോട്ട് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. y 2 അല്ലാത്ത ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് നോർമലി എല്ലാ ഇക്വേഷനും നമ്മൾ കാണുന്നതല്ലേ, ഫ്രാക്ഷൻ വരുന്ന എല്ലാ ഇക്വേഷനിലും കാണുന്നതല്ലേ. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാം? dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2 മൈനസ് y. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോടാ? നമ്മൾ ഒരേപോലെയുള്ള വേരിയബിൾസിനെല്ലാം സിംപിളി പറയുവാണ് ഞാൻ, ഡെഫിനിഷനൊന്നും അല്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരേപോലെയുള്ള വേരിയബിൾസിനെല്ലാം ഒരുമിച്ചാക്കുക. അപ്പോൾ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, വൈ ആണെങ്കിൽ വൈയുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ, അതാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാലോ. dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2 മൈനസ് y ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ജനറൽ സൊല്യൂഷൻ. കണ്ടാ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ അല്ലേ, പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ജനറൽ സൊല്യൂഷനും ഉണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനം കൂടി ഉണ്ട്. ഇതാണ് ജനറൽ സൊല്യൂഷനും ഉണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ട്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം ഒരു എക്സ്പ്രഷൻ കിട്ടുവാടാ. അതാണ് ശരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്നറിയാമോ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു വാല്യൂവും കൂടി തരും. അല്ലെങ്കിൽ എന്താണ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൊരു വാല്യൂവും കൂടി തരും. അപ്പോൾ എന്ത് വേണം? ഈ ജനറൽ സൊല്യൂഷൻ കിട്ടിയതിനകത്ത് നമ്മൾ എന്ത് വേണം? ഈ വാല്യൂ എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പർട്ടിക്കുലർ സൊല്യൂഷനും കിട്ടും. ഓക്കെ, അതാണ് അത് തമ്മിലൊരു വ്യത്യാസം. ഓക്കെ, നമുക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, തിയറി ഒരുപാടിട്ട് നീട്ടുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിയറി പറഞ്ഞു പോകണേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2 മൈനസ് y ആണ്. ഇനി എങ്ങനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ചെയ്യാം? ഞാൻ പറയുവാണ് എന്താ, എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചാക്കി, വൈയുടെ ടേംസ് എല്ലാം ഒരുമിച്ചാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരാടാ? dy ഇൻറ്റു 2 മൈനസ് y അല്ലേടാ? അപ്പോൾ ഞാൻ പറയൂ 2y ഇൻറ്റു 2 മൈനസ് y ഇൻറ്റു dy ഈക്വൽ ടു ഇവിടെയോ എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. കണ്ടോ, എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ 2 മൈനസ് y dy ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഈ അടുത്ത സ്റ്റെപ്പ് ആണെന്നറിയോടാ? ഞാൻ അടുത്ത സ്റ്റെപ്പ് അറിയാമോടാ? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. നമുക്ക് ഇങ്ങനൊരു ഫോമിൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 2 മൈനസ് y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി എക്സ് പ്ലസ് സി. നമ്മളൊരു പ്ലസ് സി കൂടെ കൊടുക്കാറുണ്ടല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 2 മൈനസ് y dy അല്ലേടാ? ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ? ഇൻ്റഗ്രൽ 2 dy മൈനസ് ഇൻ്റഗ്രൽ y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്ത് വരും? ഇൻ്റഗ്രൽ 2 dy. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ dy. ഇൻ്റഗ്രൽ dy എന്താടാ? y അല്ലേ? അപ്പോൾ 2 ഇൻറ്റു y മൈനസ് ഇൻ്റഗ്രൽ y dy. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ y dy എന്ത് വരും? y സ്ക്വയർ ബൈ 2, y റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 അഥവാ y സ്ക്വയർ ബൈ 2 എന്ന് വരും. മൈനസ് y സ്ക്വയർ ബൈ 2 ഓക്കെ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്താടാ? എക്സ് തന്നെയല്ലേ? എക്സ്. ഡൗട്ട് ഉണ്ടോടാ? പ്ലസ് സി എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 2y മൈനസ് y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. ഒന്ന് സിംപ്ലിഫൈ ചെയ്താലോ നമുക്ക്? 2y ഇൻറ്റു 2 ഇല്ലേ? 2 ഇൻറ്റു 2y 4y മൈനസ് y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2 പ്ലസ് സി എന്ന് വന്നു. ഞാൻ ഇതിൻ്റെ ബാലൻസ് ഇങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ. 4y മൈനസ് y സ്ക്വയർ അല്ലേ? 4y മൈനസ് y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2 പ്ലസ് സി എന്ന് കിട്ടി. എന്താണ് ഇവിടെ 2നെ മാറ്റാൻ ഞാൻ വെച്ചൊരു എന്താണ് ത്രൂ ഔട്ട് ഞാൻ ഒരു 2 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ബൈ 2 രണ്ട് സ്ഥലത്തും ഇല്ലേടാ?
മൾട്ടിപ്ലൈങ് വിത്ത് 2. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും ഇവിടെ? 4y മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2 ഇൻറ്റു 2 പ്ലസ് എന്താണ്, സീനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും കിട്ടി, മനസ്സിലായോ? അതായത് 4y മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 കൊണ്ട് ചെയ്തു, ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2 ഇൻറ്റു 2 ചെയ്തു. ഇനി ആരാ? ഒരാളുകൂടി ഉണ്ടല്ലോ ഇവിടെ, സി ഇല്ലേടാ. അപ്പോൾ എന്താണ്, പ്ലസ് 2c എന്ന് കിട്ടി. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 2ഉം 2ഉം കട്ട് ചെയ്തു, 2ഉം 2ഉം കട്ട് ചെയ്തു, ബാക്കി 4y മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2c എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ആൾക്കാരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരുവാടാ, നമുക്ക് എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ, 4y മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2c ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആണിത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോടാ. മൊത്തത്തിലൂടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് പോസിറ്റീവ് ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് വരും, -4 × y -4y. ഓക്കെ, -4y മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ സ്ക്വയർ അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2c അല്ലേ, പ്ലസ് 2c ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. അഥവാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 2x പ്ലസ് 2c ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to 1 plus y square by 1 plus x square. കണ്ടോ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടേ, ജനറൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, dy by dx ഈക്വൽ ടു 1 plus y square by 1 plus x square. ഓക്കെ, ഈക്വൽ ടു 1 plus y square ഡിവൈഡഡ് ബൈ 1 plus x square. എന്ത് ചെയ്യാം, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അല്ലേടാ. വൈയുടെ ടേംസ് എല്ലാം ഒരുമിച്ച്, എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ചാക്കി. ഓക്കെ, അപ്പോൾ എന്താണ്, വൈയുടെ ടേംസ് ഒരുമിച്ചും എക്സിൻ്റെ ടേം ഒരുമിച്ച് വേണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ dy ഉണ്ട്. അപ്പോൾ എന്താണ്, ഈ y എന്ന് പറയുന്ന ഈ y വരുന്ന ഈ ടേം കൂടി ഈ ഒരു സൈഡിൽ വരണ്ടേടാ, വരണ്ടേ. അപ്പോൾ എന്ത് വരും, ഇത് dy ഇവിടെ മുകളിൽ കിടക്കുന്ന ആളല്ലേടാ, ഇപ്പുറത്ത് വരുമ്പോൾ ആരാവും, താഴെ വരത്തില്ലേ. അപ്പോൾ dy by 1 plus y square ഈക്വൽ ടു ഈ കിടക്കുന്ന dx എന്ത് ചെയ്യും, അപ്പുറത്ത് പോവും, dx by 1 plus x square. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ നിങ്ങൾ. dy by dx 1 plus y square by 1 plus x square ആയിരുന്നു. നമുക്ക് വേണ്ട എന്താ, നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ചാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് വേണം, നമുക്ക് ഒരേപോലത്തെ വേരിയബിൾസിനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരേ സൈഡിലാക്കാം. അപ്പോൾ dy by dx is equal to 1 plus y square by 1 plus x square ഞാൻ dy അതേപോലെ ഇട്ടിട്ട് ഈ 1 plus y square ടേമിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു, dy by 1 plus y square ആയി ഈക്വൽ ടു dxനെ അങ്ങ് മുകളിൽ കൊണ്ടുപോയി dx by 1 plus x square ആക്കി. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, ഒരേ സൈഡിലായി കൊണ്ടുവന്നു, ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻ്റഗ്രൽ dy by 1 plus y square ഈക്വൽ ടു ഇൻ്റഗ്രൽ dx by 1 plus x square എന്ന് കിട്ടി. ഓക്കെ, ഈ ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാടാ, ഇൻ്റഗ്രൽ dy by 1 plus y square is equal to ഇൻ്റഗ്രൽ dx by 1 plus x square എവിടെയെങ്കിലും ഒരു ഫോമിൽ കണ്ടിട്ടുണ്ടോ? എടാ, എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ്? എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ്? ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 by 1 plus x square അല്ലേ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം ഇവിടെ, ഇൻ്റഗ്രൽ dy by 1 plus y square അല്ലേ, 1 by 1 plus y square അല്ലേടാ. അപ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് y എന്ന് വരും. എന്ത് വരും, ടാൻ ഇൻവേഴ്സ് y. അപ്പോൾ ഇതിന് പകരം എനിക്ക് ടാൻ ഇൻവേഴ്സ് y എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു പിന്നെ എന്താ എഴുതുന്നേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് സി കൂടി ഉണ്ടേ, അത് മറക്കല്ലേ. ഓക്കെ, ഇനി എന്താ, ഇൻ്റഗ്രൽ 1 by 1 plus x square അതെന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് y is equal to ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് വരും അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത്, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടാൻ ഇൻവേഴ്സ് y is equal to ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഈസി അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to -4xy square that y is equal to 1 and x is equal to 0. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ശ്രദ്ധിക്കണേ, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇക്വേഷൻ dy by dx equal to -4x square ആണ്.
അറ്റ് y ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വാല്യൂ കൊടുക്കാം. ഓക്കെ, dy ബൈ dx എന്താടാ? dy ബൈ dx ഈക്വൽ ടു -4xy² ആണ്. ഓക്കെ, നമുക്ക് എന്ത് വേണം അതിനെ? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആക്കാം. അപ്പോൾ എന്താ? എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച്, y എല്ലാം ഒരുമിച്ച്. ഓക്കെ, dy ഇവിടെ ആരാടാ വൈയുടെ ടേം ഉള്ളത്? y² അല്ലേടാ? -4xy², -4 × x × y² ആണ്. അപ്പോൾ ഇവിടെ മുകളിലുള്ള ആളിനെ ഇവിടെ വരുമ്പോൾ താഴെ കൊണ്ടുവരാം. ഇവിടെ ഓൾറെഡി ഒരു dy ഉണ്ട്. അപ്പോൾ dy ബൈ y² എന്ന് എഴുതിക്കൂടെ? dy ബൈ y² ഈക്വൽ ടു ബാക്കി ആരാ ഉള്ളത്? -4x ഉണ്ട്. ഈ പറഞ്ഞ താഴെയുള്ള dxനെ ഇവിടെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. -4x dx. ഡൗട്ട് ഉണ്ടോ? dy ബൈ y² ഈക്വൽ ടു -4x dx എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ് അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ both sides. അപ്പോൾ ഇൻ്റഗ്രൽ dy ബൈ y² ഈക്വൽ ടു ഇൻ്റഗ്രൽ -4x dx. ഓക്കെ, ഇനി എന്ത് ചെയ്യടാ? പ്ലസ് സി. ഇനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ dy ബൈ y² അല്ലെ, ഇൻ്റഗ്രൽ 1/x² ആണ്. ഇൻ്റഗ്രൽ 1/x² അല്ലെങ്കിൽ ഇൻ്റഗ്രൽ x⁻n ഫോം നമുക്കറിയാം. x⁻n+1/n+1 ആണ്. ഇൻ്റഗ്രൽ 1/x² അല്ലേടാ? 1/x² അങ്ങ് മുകളിൽ പോകുമ്പോൾ എന്താവും? x⁻² ആകത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ x അല്ല, ഇവിടെ y ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ y⁻² dy. ഓക്കെ, ഈക്വൽ ടു ഇവിടെ എന്താ? -4x dx ആണ്. അപ്പം -4നെ ഞാൻ പുറത്തെടുത്തു. -4നെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? ഇൻ്റഗ്രൽ x dx പ്ലസ് സി എന്ന് കൊടുത്തു അല്ലേ? ഇൻ്റഗ്രൽ y² dy ഈക്വൽ ടു -4 × ഇൻ്റഗ്രൽ x dx പ്ലസ് സി എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ y⁻² dy ഇൻ്റഗ്രൽ x⁻n dx x⁻n+1/n+1. അപ്പോൾ ഇവിടെ y⁻² -2+1/-2+1 അല്ലേ? y⁻²-2+1/-2+1 ഈക്വൽ ടു എന്താണ്? -4 × x⁻n+1/n+1. x⁻n dx അല്ലേ? അപ്പോൾ x⁻1+1/1+1 x²/2 പ്ലസ് സി എന്ന് വന്നു അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. അപ്പോൾ എന്തെല്ലാം നമുക്ക് ഇതിനെ y⁻² -2+1 -1 ബൈ -2 + 1 -1 ഈക്വൽ ടു -4x²/2 പ്ലസ് സി എന്ന് വന്നു. ഇവിടെ നമുക്ക് 4ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് -2 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ? y⁻1 നമുക്ക് എന്ത് കിട്ടി? y⁻1 is equal to ഈ -1 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാലോ? -1 × -2x² പ്ലസ് സി എന്ന് വന്നു. അഥവാ y⁻1 is equal to എന്താണ്? -× പ്ലസ് 2x² - c എന്ന് വന്നു. y⁻1 ആണ് 2x² - c അല്ലേ? y⁻1 എന്ത് വന്നു? 2x² - c എന്ന് വന്നു. ഇനി എന്താണ് y⁻1 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? y⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 1/y അല്ലേടാ? 1/y⁻1 അല്ലേ y⁻1? അപ്പോൾ എന്തെഴുതാം? 1/y എന്ന് എഴുതാം. ഈക്വൽ ടു എന്ത് വന്നു? 2x² - c എന്ന് വന്നു അല്ലേ? അതിൽ നിന്ന് y എന്തെഴുതാം? y is equal to എനിക്ക് എന്താ? 1/2x² - c എന്ന് വന്നു. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അല്ലേ? y is equal to 1/, നമുക്ക് വൈയുടെ ഫോമിലോട്ട് ആക്കണ്ടേ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ? അതുകൊണ്ടാണ് ഞാൻ അവസാനം വൈയുടെ ഫോമിലോട്ട് ആക്കിയത് കേട്ടോ. y ഈക്വൽ ടു 1/2x² - c എന്ന് വന്നു. കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷനാണ് വേണ്ടത് അല്ലേ? പർട്ടിക്കുലർ സൊല്യൂഷൻ ആകുമ്പോൾ ആ ജനറൽ സൊല്യൂഷനകത്ത് നമ്മൾ എന്ത് വേണം? അതിനകത്ത് നിന്ന് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ജനറലി ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. എന്നിട്ട് അതിനകത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂയിലുള്ള അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഏതാടാ? y ഈക്വൽ ടു 1ഉം x is equal to 0ഉം. y ഈക്വൽ ടു 1ഉം x is equal to 0ഉം. അപ്പോൾ എന്ത് വരുവാടാ? y ഈക്വൽ ടു 1 is equal to 1/2 × x 0 അല്ലേ? 2 × 0 - c അല്ലേ? അതായത് നമുക്ക് എന്തൊരു 1 is equal to 1/-c അല്ലെങ്കിൽ -c is equal to 1 അല്ലെങ്കിൽ c is equal to -1 എന്ന് വരും. സോ നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താടാ? c is equal to -1. ഓക്കെ, അപ്പോൾ ഈ സിയുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സിനും വൈക്കും ഒക്കെ എന്താണ് ഒരു വാല്യൂ കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എപ്പോഴും പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.